I'd like to welcome everybody here this evening. നിങ്ങളെ എല്ലാവരെയും ഈ നല്ല സായാഹ്നത്തിൽ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And I'd like to thank everybody for walking with us. അതോടൊപ്പം എന്നോടൊപ്പം നടക്കാൻ തയ്യാറായ നിങ്ങൾ എല്ലാവരെയും നന്ദിപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. For giving us their love and affection and energy. നിങ്ങളുടെ ഊർജവും സ്നേഹവും പിന്തുണയും എനിക്ക് നൽകിയതിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. Idea of Bharat Jodo Yatra is not a new idea. ഭാരത് ജോഡോ യാത്രയുടെ ആശയം ഒരു പുതിയ ആശയമേ അല്ല. It's a very old idea in India. ഇത് ഈ രാജ്യത്ത് എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ആശയമാണ്. And it has been mentioned, thought about by many great leaders. അത് ഒരുപാട് വലിയ വലിയ നേതാക്കന്മാർ ആലോചിക്കുകയും പല അവസരങ്ങളിൽ നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ള ആശയമാണ്. And especially in Kerala. പ്രത്യേകിച്ചും കേരളത്തിലെ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മളോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. Leaders like Sri Narayana Guru, സാമൂഹ്യ പരിഷ്കർത്താക്കളായ ശ്രീ നാരായണ ഗുരു, Sri Chatambi Swamiji, ചട്ടമ്പി സ്വാമികൾ, Mahatma Ayankali ji, മഹാത്മാ അയ്യങ്കാളി, all of them തുടങ്ങിയ എല്ലാവരും ഈ ആശയമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. said basically the same thing. ഈ ആശയം തന്നെയാണ് അവർ എല്ലാവരും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. They said that a society that is divided, a society that is filled with hatred, a society that is angry, a society that is arrogant cannot succeed. അവരെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു സമൂഹം ആംബുലൻസ് കടന്നു പോകാനുള്ള സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കണം. അവിടെ കൂടി നിൽക്കുന്ന പ്രവർത്തകരൊക്കെ രണ്ട് വശത്തേക്ക് മാറി നിന്ന് ആംബുലൻസിന് വഴിയൊരുക്കണം. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ദയവായി എല്ലാവരും സഹകരിക്കണം പ്ലീസ്. ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു സമൂഹം ഭിന്നിച്ചു നിൽക്കുമ്പോൾ, ഒരു സമൂഹത്തിന്റെ മനസ്സിലേക്ക് വിദ്വേഷം പടരുമ്പോൾ ആ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. They understood that anger and hatred are just manifestations of fear. അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ വിദ്വേഷമാകട്ടെ വെറുപ്പാകട്ടെ അവയൊക്കെ ഉള്ളിലുള്ള ഭയത്തിന്റെ മറ്റൊരു തരത്തിലുള്ള ആവിഷ്കാരം മാത്രമാണ് എന്നാണ്. The source of anger, the source of hatred is a lack of self-belief. ആ ക്രോധത്തിന്റെ അടിസ്ഥാന കാരണം, ആ വെറുപ്പിന്റെ അടിസ്ഥാന കാരണം അവനവനിലുള്ള വിശ്വാസമില്ലായ്മയാണ്, ആത്മവിശ്വാസക്കുറവാണ്. It is only when you do not believe in yourself that you need to hate others, be violent towards others and be angry at others. നമുക്ക് നമ്മിൽ തന്നെ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്താൻ നമുക്ക് തോന്നിപ്പോകുന്നത്. And that was the message of these great leaders. ആ ഒരു സന്ദേശമാണ് ഈ മഹത്തായ സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. Realize, they said, that when you are angry at somebody, when you are hurting somebody, when you are beating somebody, you are behaving like a coward. അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളിത് തിരിച്ചറിയണം. നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യത്തോടു കൂടിയും ക്രോധത്തോടു കൂടിയും വെറുപ്പോടു കൂടിയും പെരുമാറുമ്പോൾ അത് അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിലെ ഭീരുത്വത്തെയാണ് പ്രദർശനം ചെയ്യുന്നത്. And who is a coward? A coward is somebody who does not believe in himself. ആരാണ് ആ ഭീരു? അവനവനിൽ വിശ്വാസമില്ലാത്ത, ആത്മവിശ്വാസമില്ലാത്ത ഒരാളാണ് ഭീരു എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അർഹതയുള്ള ആള്. A coward is somebody who does not believe in his own capacity. സ്വന്തം കഴിവുകളിലും സ്വന്തം പ്രാപ്തിയിലും വിശ്വാസമില്ലാത്ത ഒരാളാണ് അത്തരത്തിലുള്ള ഭീരു. So there is a link between hatred and anger and cowardice and fear. അതുകൊണ്ട് തന്നെ വിദ്വേഷവും വെറുപ്പും ഭീരുത്വവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. People who believe in themselves do not feel the need to hurt other people. സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് മറ്റൊരാളെ ദ്രോഹിക്കാനോ മറ്റൊരാളെ മുറിവേൽപ്പിക്കാനോ ഒരിക്കലും തോന്നുകയില്ല. People who believe in themselves have the capacity to appreciate and love other people. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ആളുകൾക്ക് മറ്റുള്ളവരിലുമുള്ള സമാനമായിട്ടുള്ള കഴിവുകളെ കണ്ടെത്താനും അതിനെ അംഗീകരിക്കാനും യാതൊരു മടിയും ഉണ്ടാവില്ല. And that is what you have shown me over the last few days. ആ ഒരു കാര്യമാണ് ഈ കേരളത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ഓരോ ദിവസവും എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. I have seen a self-confident Kerala. എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഒരു കേരളത്തെയാണ്.
A Kerala that does not need the crutch of hatred, anger and violence. ഒരു കേരളം വെറുപ്പിൽ വിശ്വാസമില്ലാത്ത, വിദ്വേഷത്തിൽ വിശ്വാസമില്ലാത്ത, ക്രോധത്തിൽ വിശ്വാസമില്ലാത്ത ഒരു കേരളം, അതാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. I want to ask you, do you think that a country that is divided can solve problems like unemployment? നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു രാജ്യം ഭയത്തിലും ആത്മവിശ്വാസക്കുറവിലുമാണ് അഭിരമിക്കുന്നത് എങ്കിൽ അവർക്ക് തൊഴിലില്ലായ്മ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? Do you think an angry society can build hospitals, can build roads, can educate its children? വിദ്വേഷത്തിന്റെ അടിത്തറയിൽ രൂപപ്പെട്ട ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? മെച്ചപ്പെട്ട റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? It is impossible for India to solve its problems, which are big, difficult problems to solve, if India is angry with itself, if India is fighting and violent. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമുക്ക് ഈ വിദ്വേഷത്തിന്റെ വഴി ഉപേക്ഷിച്ചേ മതിയാകൂ. And who pays the price of this anger, this hatred, this violence? ഈ വിദ്വേഷത്തിന്റെയും ഈ അക്രമത്തിന്റെയും ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ? The common man. ആരാണ് അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത്? ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. The man who runs the country. അവരാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. The man and woman on whose shoulder the country moves forward. ഈ രാജ്യം ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ചുമലിലാണ് മുന്നോട്ട് പോകുന്നത്. He is the person who pays the price. നമ്മളാണ് ഇത്തരത്തിലുള്ള വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വില കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. And today we can see it clearly. നമുക്കിന്ന് വളരെ കൃത്യമായിട്ട് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. India is angry, violent, full of hatred. ഇന്ത്യ എന്ന് പറയുന്നത് വലിയ രീതിയിൽ വിദ്വേഷത്തിൽ, വലിയ രീതിയിൽ അക്രമത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോവുകയാണ്. The BJP spreads this violence, this anger and this hatred. ഈ വിദ്വേഷവും വെറുപ്പും ഇവിടെ പ്രചരിപ്പിക്കുന്നത് മറ്റാരുമല്ല, BJP ആണ്. It is in their DNA. അത് BJPയെ സംബന്ധിച്ച് അവരുടെ DNA-യിൽ ഉള്ളതാണ് ഈ വെറുപ്പും വിദ്വേഷവും. And the result is that 4 or 5, a handful of people make billions and billions and billions of dollars. ഇതിന്റെ മറ്റൊരു തരത്തിലുള്ള പ്രത്യാഘാതം എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന കുറച്ചാളുകൾ, ആ കുറച്ചാളുകൾ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, ശതകോടിക്കണക്കിന് രൂപയുടെ അനധികൃതമായ വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. The second richest man in India, in the world today, is an Indian person. ലോകത്തിലെ ഏറ്റവും വലിയ, രണ്ടാമത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇന്നൊരു ഇന്ത്യക്കാരനാണ്. How can it be that the second richest man in the world is an Indian person and India has the highest unemployment rate that it has ever had? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇത് മാത്രമാണ്. എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരൻ ഇന്ത്യക്കാരനായിരിക്കുന്ന അതേ സമയത്ത് തന്നെ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നത് എന്നുള്ളതാണ്. How can it be that we have the richest people in the world, but then our people face the highest prices in the world? എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുള്ള ഒരു രാജ്യത്തിലെ ജനങ്ങൾ അതിരൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്? Is this something that we are just going to accept? ഇത് നമുക്ക് അങ്ങനെ അങ്ങ് വെറുതെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? We will accept an India where your average person cannot dream? ഈ നാട്ടിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണോ ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്? Cannot give an education to his children? അവർക്ക് സ്വന്തം മക്കളെ കുറിച്ച്, മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാൻ കഴിയുന്ന ഒരവസ്ഥ ഇന്നുണ്ടോ? Cannot take his parents to a hospital? അവരുടെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനത്തിലേക്ക്, ആശുപത്രികളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? A youngster cannot dream of building a business? ഈ നാട്ടിലൊരു ചെറുപ്പക്കാരന് സ്വന്തം വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം, ആ നിലയിലുള്ള ഒരു ആത്മവിശ്വാസം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? And at the same time, an India where a handful of business people can monopolize every single business in the country. എന്നാൽ മറുഭാഗത്ത് വിരലിലെണ്ണാവുന്ന കുറച്ച് വൻകിട കുത്തകകൾ എല്ലാറ്റിനെയും കുത്തകവൽക്കരിച്ച് അവരുടെ കൈപ്പിടിയിൽ ഒഴുക്കുന്ന കാഴ്ച മറുഭാഗത്ത് നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നു. Do we want this type of India? നമ്മൾ ഇത്തരത്തിലുള്ള ഇന്ത്യയാണോ ആഗ്രഹിക്കുന്നത്? Because this is the type of India
that the BJP wants to build. ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയാണ് BJP ഇവിടെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്. They want an India where a few people control the entire wealth of the country. അവർ ആഗ്രഹിക്കുന്നത് വളരെ കുറച്ചാളുകൾ ഈ രാജ്യത്തിലെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. An India where millions and millions of people are drowning in poverty. മറുഭാഗത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യത്തിൽ ആണ്ടുമുങ്ങുന്ന ഒരവസ്ഥ അവർ അതിന്റെ ഭാഗമായി സൃഷ്ടിക്കുന്നു. An India where youngsters cannot hope to be employed. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഭാവിയെക്കുറിച്ച് അവരുടെ തൊഴിലിനെ കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. That is the idea behind the Bharat Jodo Yatra. ഇതാണ് ഭാരത് ജോഡോ യാത്രയുടെ പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. We will not accept an India that is violent, that is full of hatred, that is full of anger, because that is a cowardly India. നമ്മൾ ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം വെറുപ്പിലും വിദ്വേഷത്തിലും ആത്മവിശ്വാസക്കുറവിലും അഭിരമിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള ഇന്ത്യയെ നമുക്ക് സങ്കല്പിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല. We will not allow the ideology of the RSS and the BJP to divide this country. ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ RSSന്റെ പ്രത്യയശാസ്ത്രത്തെ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കുകയില്ല. And we will not accept an India where millions and millions of people are jobless. മറുഭാഗത്ത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ദശലക്ഷക്കണക്കിന് മനുഷ്യർ ചെറുപ്പക്കാർ തൊഴിലില്ലാത്ത അവസ്ഥ അതും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. And we will not accept an India where our people are drowning in high prices. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു ഭാരതത്തെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. That is the idea of this yatra that you are supporting. അതാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്ന, നിങ്ങൾ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആയി അണിനിരക്കുന്ന ഈ ഭാരത് ജോഡോ യാത്രയുടെ പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. And millions of you are supporting it. നിങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ യാത്രയെ അംഗീകരിക്കുന്നു. Not only Congress people, കോൺഗ്രസുകാർ മാത്രമല്ല, common people, average citizens, ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരാണ് ഈ യാത്രയെ പിന്തുണയ്ക്കുന്നത്. and even some left front workers. അതോടൊപ്പം ഇടതുപക്ഷത്തിലെ ചില പ്രവർത്തകരും മനസ്സുകൊണ്ടെങ്കിലും നമ്മുടെ യാത്രയെ അംഗീകരിക്കുകയാണ്. Because everybody understands that the nation is at risk. കാരണം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ഈ രാജ്യം വലിയ ഒരു റിസ്കിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, ഒരു വലിയ ആപത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. And so I want to thank you for all your support. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയാണ് രേഖപ്പെടുത്താനുള്ളത്. You are not supporting an individual. നിങ്ങൾ ഒരു വ്യക്തിയെ അല്ല പിന്തുണയ്ക്കുന്നത്. Individual is not important. ഒരു വ്യക്തി ഒട്ടും തന്നെ പ്രധാനമേ അല്ല. Individuals come and go. വ്യക്തികൾ വരും പോകും. You are supporting an idea. നിങ്ങൾ പിന്തുണയ്ക്കുന്നത് ഒരു ആശയത്തെയാണ്. And you are supporting the culture. Remember, you are supporting the culture, the history and the tradition of Kerala. നിങ്ങൾ പിന്തുണയ്ക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ ചരിത്രത്തെയാണ്, ഇവിടുത്തെ പാരമ്പര്യത്തെയാണ്. നിങ്ങൾ പിന്തുണയ്ക്കുന്നത് ഈ ആശയത്തെയാണ്. Just ask yourself, what would Narayana Guru say today? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ സാഹചര്യങ്ങളെ കുറിച്ച് എന്തായിരിക്കുമായിരുന്നു പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. What would Chatambi Swami say today? ചട്ടമ്പി സ്വാമികൾ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമ്മൾ സങ്കല്പിക്കുക. What would Mahatma Ayyankali say today? മഹാനായ അയ്യങ്കാളി ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്ത് പറയും ഇന്നത്തെ സാഹചര്യത്തെ കുറിച്ച് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കുക. Every single one of them would say Bharat Jodo. അവരുണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം ഒരേ ശബ്ദത്തിൽ പറയും ഭാരത് ജോഡോ, ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്ന്. It is an honor for me to walk on these streets. എന്നെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം ഈ തെരുവുകളിലൂടെ നടക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അംഗീകാരവും വലിയൊരു അഭിമാനവുമാണ്. Millions of you walk on these streets every day. നിങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും നടക്കുന്ന വഴിത്താരകളിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. You go to work using these streets. നിങ്ങൾ ജോലിക്ക് പോകുന്നത് ഈ വഴികളിലൂടെയാണ്. You take your children to school on these streets. നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഇതേ വഴികളിലൂടെയാണ്. So it is an honor for me to walk on the same street that you walk. നിങ്ങൾ നടക്കുന്ന അതേ വഴികളിലൂടെ നടക്കാൻ അവസരമുണ്ടായി എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. I don't say this lightly. ഞാനത് ഒട്ടും നിസ്സാരമായ രീതിയിൽ പറഞ്ഞു പോകുകയല്ല. There was a discussion in the Congress party that the yatra should be done by car.
കോൺഗ്രസ് പാർട്ടിക്കകത്ത് തുടക്കത്തിൽ ഒരു ആലോചന ഉണ്ടായിരുന്നു, ഒരു ചർച്ചയുണ്ടായിരുന്നു. പദയാത്രയ്ക്ക് പകരം കാറിൽ ഒരു യാത്ര നടത്തിയാൽ മതിയോ എന്നുള്ള ആലോചന ഉണ്ടായിരുന്നു. I said very clearly, if you want to do the yatra by car, Rahul Gandhi is not going to go by car. ഞാൻ അക്കാര്യത്തിൽ ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, കാറിലാണ് യാത്ര തീരുമാനിക്കുന്നത് എങ്കിൽ ആ യാത്രയിൽ രാഹുൽ ഗാന്ധി ഉണ്ടാവില്ല എന്ന് ഞാൻ ആ ഘട്ടത്തിൽ തന്നെ അവരോട് പറഞ്ഞു. If you want to do a yatra, then have respect for the people of India. ഒരു യാത്ര നടത്തുകയാണെങ്കിൽ ആ യാത്ര ഇന്ത്യയിലെ ജനങ്ങളെ ബഹുമാനിച്ചുകൊണ്ടാകണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. Have respect for the people who cannot drive in a car. കാറ് എന്ന് പറയുന്ന ഒരു ലക്ഷറി അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് കൂടി ബഹുമാനമുള്ള ഒരു യാത്രയായിരിക്കണം നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്കും പാർട്ടിക്കും നിർബന്ധമുണ്ട്. And have the courage to do what they do every day. ആ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യം നമുക്ക് ഈ ഭാരത് ജോഡോ യാത്രയോടൊപ്പം ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. It is not an easy thing to do, let me tell you, to walk across India. അതൊരു ഒട്ടും നിസ്സാരമായ കാര്യമേ അല്ല. രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പദയാത്ര നടത്തുക എന്നുള്ളത് ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്കും എനിക്കും നന്നായി അറിയാം. But yesterday I was telling the crowd that normally when you get up in the morning and let us suppose you have to walk 25-30 kilometers, the first few steps are easy and the last ones are difficult. ഞാൻ ഇന്നലെ കൂടിയ ജനക്കൂട്ടത്തോട് പറയുകയായിരുന്നു, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു പദയാത്ര ആരംഭിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ചുവടുവെപ്പുകൾ വളരെ അനായാസമായിരിക്കും, പക്ഷേ അവസാനം എത്തുമ്പോഴേക്കും അങ്ങേയറ്റം കാഠിന്യമേറിയതായിരിക്കും. But a very strange thing is happening in this yatra. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തോ അത്ഭുതങ്ങളാണ് ഈ യാത്രയ്ക്കുടനീളം യാത്രക്കിടയിൽ സംഭവിക്കുന്നത്. The last steps in the evening are easier than the first step in the morning. ആ അത്ഭുതം എന്ന് പറയുന്നത് മറ്റൊന്നല്ല, രാവിലത്തെ ആദ്യ ചുവടുവെപ്പുകളേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടിയും കൂടുതൽ ഊർജ്ജത്തോടു കൂടിയാണ് അവസാനത്തെ ചുവടുവെപ്പുകൾക്ക് നമ്മൾ എല്ലാവരും ഒരുമിക്കുന്നത്. And for a few days I asked myself this question. It was a mystery to me. ഞാൻ തുടക്കത്തിൽ ഈ യാത്ര തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ എന്നോട് തന്നെ ചോദിച്ചു, ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമായിരുന്നു. I said there's something very strange with the streets of Kerala. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിപ്പോയി ഈ കേരളത്തിലെ തെരുവുകൾ എന്തോ വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം എന്നിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത്. And then after a few days I realized what it is. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് എന്താണ് എന്ന് കുറച്ചുകൂടി കൃത്യതയോടുകൂടി എനിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിച്ചത്. It is your love and affection. അത് നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ്. Your love and affection that makes the last step of the day easier than the first. നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഓരോ ദിവസത്തെയും അവസാനത്തെ ക്ഷീണിത മണിക്കൂറുകളിലെ ചുവടുവെപ്പുകൾക്ക് പോലും തുടക്കത്തിനേക്കാൾ ഊർജം പ്രദാനം ചെയ്യുന്നത് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. This is a beautiful thing that you have as a people. ഇതാണ് കേരളം എന്ന് പറയുന്ന മനോഹരമായ ഈ ജനതയുടെ ഏറ്റവും വലിയ സന്ദേശം. Your ability to show affection. നിങ്ങളുടെ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാനുള്ള ആ കഴിവ് അതൊരുപക്ഷെ കേരളത്തെ മറ്റെവിടത്തേക്കാളും വ്യത്യസ്തമാക്കുകയാണ്. So never ever lose this ability. എനിക്ക് നിങ്ങളോട് വളരെ സ്നേഹപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കാരണവശാലും ഈ സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. It is what defines the people of this state. ഈ കേരളത്തിലെ ജനങ്ങളെ നിർവചിക്കുന്നത് ആ സ്നേഹിക്കാനുള്ള കഴിവാണ്. And it is what makes you successful. ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു നാടിനെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു പ്രദേശമാക്കി മാറ്റുന്നതും മറ്റുള്ളവരോടുള്ള ആ സ്നേഹവും കരുതലുമാണ്. It makes your nurses successful all over the world. നമ്മുടെ നഴ്സിംഗ് മേഖലയിൽ പണിയെടുക്കുന്ന സഹോദരിമാർ ലോകത്തെല്ലായിടത്തും പോയി ജീവിത വിജയം നേടുമ്പോൾ അതിന് പുറകിലുള്ള കരുത്തും ഈ സ്നേഹിക്കാനും പരിചരിക്കാനുമുള്ള കരുത്താണ്. It allows you to build cities like Dubai. ദുബായ് പോലുള്ള മഹാനഗരങ്ങളെ പണിതുയർത്തിയത് നമ്മളാണ് എന്ന് അഭിമാനം കൊള്ളുമ്പോൾ അതിന്റെ പുറകിലുമുള്ളത് ഇതേ മനോഭാവവും ഇതേ കഴിവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. So I'd like to thank you for all this love and affection that you have given me. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് നൽകിപ്പോരുന്ന ഈ സ്നേഹത്തിനും ഈ പിന്തുണയ്ക്കും വീണ്ടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ ആഗ്രഹിക്കുന്നത്. I feel like a person in debt. ഞാൻ നിങ്ങളോട് കടപ്പെട്ടവനായ ഒരു മനുഷ്യനായി മാറുന്നു എന്നാണ് ഞാനിപ്പോൾ സ്വയം തിരിച്ചറിയുന്നത്. But a debt I will never be able to repay. ഒരുപക്ഷെ ഈ കടം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തിരിച്ചു തരാൻ കഴിയുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. Because you have given me so much affection. കാരണം നിങ്ങൾ എനിക്ക് തരുന്നത്
ഒരു പരിധിയുമില്ലാത്ത സ്നേഹമാണ്. I cannot possibly pay it back. എനിക്കത് തിരിച്ചു തരാൻ കഴിയുമോ എന്ന് സംശയമാണ്. അത്രത്തോളം വലിയ സ്നേഹമാണ് നിങ്ങൾ എനിക്ക് നൽകി പോരുന്നത്. Thank you. വളരെ നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും. Namaskaram. നമസ്കാരം.